എല്ലാവർക്കും ഓണാശംസകൾ, നബിദിനാശംസകൾ. ഇന്ന് ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ 2 സന്തോഷകരമായ കാര്യങ്ങളാണ് കണ്ടത്. അതിൽ ആദ്യത്തെ പങ്കുവെക്കട്ടെ ഞാൻ. അതായത് മുകേഷ് അംബാനിയുടെ മകനെ ആനന്ദ് അംബാനി നമ്മളെല്ലാവരും കണ്ടു. ഒരു ചെറുപ്പക്കാരനായ പയ്യന്, ഇവിടെയൊന്നും അല്ല, കേരളത്തിലല്ല, പുറത്താണ്, നോർത്തിലാണ്, ഒരു 16-15 വയസ്സുള്ളൊരു പയ്യന് ആഴ്ചകളോളം വെള്ളത്തിലിറങ്ങിയിട്ട് കുളത്തിലിറങ്ങിയിരിക്കേണ്ട ഒരവസ്ഥ. അവന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ മൊത്തം ഒരു വേദന വരുന്ന ഒരവസ്ഥ. എത്രയോ ദിവസങ്ങൾ അവന് കുളത്തിലിരിക്കാറുണ്ട് എന്നുള്ളത് ആളുകളൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ട് പല ആൾക്കാരും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ റിപ്പോർട്ട് കൂടെ കൊടുക്കുന്ന മുകളിൽ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ആനന്ദ് അംബാനി അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ അമ്മക്കും പ്രത്യേക ഒരു വിമാനം വിട്ടുകൊടുത്തിട്ട് അവരതിൽ കയറ്റി കൊണ്ടുവന്ന് അവരുടേതായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അതിനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ കാണിച്ചൊരു മനസ്സ്. അപ്പോൾ അത് ഇന്നത്തെ ദിവസം പറയാനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും കുരച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ വർഗ്ഗവെറി കൊടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം. ഇന്ന് അൻസാർ സുഹാരി എന്ന് പറയുന്ന ആ ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഒരു ഹിന്ദു സഹോദരനായ ഒരു പയ്യന് വേണ്ടിയിട്ട് അതിന് കാലില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൃത്രിമ കാല് വെച്ച് കൊടുത്തൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ കുരക്കുന്ന നായ്ക്കൾ കടന്ന് കുരച്ചുകൊണ്ടേയിരിക്കും. അവരെ കല്ലെറിയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സമയം വേസ്റ്റ് ആവും. പിന്നെ ആ ഏറ് കൊണ്ടിട്ട് പിന്നെ കാണുമ്പോഴെങ്കിലും ആ നായിന ഏറ് കൊണ്ട ഓർമ്മ വേണമല്ലോ, അതുണ്ടാവില്ല, പിന്നെയും കുരക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ എറിയാനും നമുക്ക് സമയമല്ല. നമ്മുടെ നാട്ടിലുള്ള ഈ ഐക്യമൊക്കെ നിലനിർത്തി നമ്മളങ്ങനെ പോട്ടെ. എന്തായാലും ഇത് ഈ 2 വാർത്ത കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം. ഞാൻ എന്തായാലും ആ അൻസാരി ഉസ്താദിൻ്റെ വീഡിയോ കൂടെ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. ആദ്യം ഇത് കണ്ടിട്ട് തുറന്നാ പോരെ. എന്റെ മോൻ എങ്ങനെയെങ്കിലും ഉസ്താദ് ഈ കാലൊന്ന് പിടിപ്പിച്ചു കൊടുത്ത് എന്റെ മകൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് ഓടി ആഴ്ച വന്ന് എന്റെ മകനെ നോക്കാനുള്ള നിവൃത്തിയില്ല. ലോകം മൊത്തം ഞങ്ങൾക്ക് കടമുണ്ട്. ഇനി ഉസ്താദെ, ഞാൻ സുജിത്താണ്. എന്താ പറയണ്ടത്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല ഉസ്താദെ. ഞാനിന്ന് അതാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാല് വെച്ച് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ചുകൂടി ഒക്കെ ആയി വരണം. കുറച്ച് ദിവസം കൂടിയൊക്കെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാകും. ഇന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഉസ്താദിന് വളരെയധികം നന്ദി ഉസ്താദ്. എത്രയോ എന്ത് പറയണമെന്ന്. കുരക്കുന്നവർ കുരക്കട്ടെ, മുന്നോട്ട് തന്നെ പോവുക. അപ്പം നബിദിനാശംസകൾ, ഓണാശംസകൾ. എല്ലാവരും നമ്മൾ അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെ നമ്മളെ ചുറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ അടിപൊളിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കുറച്ച് നായ്ക്കളെ കുരക്കൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ, നബിദിനാശംസകൾ.